ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കാരമൽ പുഡിംഗ് ആണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിംഗ്. വായി വെച്ചാൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് സ്വീറ്റ് ആയിട്ടൊരു പുഡിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് കാരമൽ ചെയ്യണം. നമ്മൾ കാരമൽ പുഡിംഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യാൻ വേണ്ടി സിമ്മിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു. ഇത് വെക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് 3 കപ്പ് പാലും കൂടെ നമ്മൾ ഒഴിച്ചേക്കണം. ഇത് രണ്ടും ഒരേ സമയത്ത് വേണം ഒഴിക്കാം. അപ്പോൾ ഈ കാരമൽ ആകുന്ന സമയത്ത് പാലും ചൂടായി വരണം. ഒരേ സമയത്ത് തന്നെ ഇതിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ കാരമലൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചൂടായ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട കിട്ടും. അപ്പോൾ ഒന്നും പറ്റത്തൊന്നുമില്ല. ആ ചൂടിൽ കിടന്ന് തന്നെ ഒന്ന് മെൽറ്റായിരിക്കും. നമ്മൾ ഒന്നുകൂടെ തീ കത്തിച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മൾ കരിഞ്ഞു പോയെന്ന് വിചാരിക്കല്, ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പം ഏകദേശം ഒന്ന് വിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കി പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം മുഴുവൻ പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൈയെടുക്കാതെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പം ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ വെക്കണ്ട. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പാലും കാരമലും എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വേണം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം. കാരണം തണുപ്പിക്കുമ്പോൾ മധുരം കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കാരമൽ പുഡിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ആ തണുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് 3 മുട്ട നമുക്ക് പൊട്ടിച്ച് കഴിക്കാം. നമ്മളിത് മുട്ടയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ മണം അറിയാൻ വേണ്ടിയാണ് വാനില എസൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല രീതി ബീറ്റ് ചെയ്ത് നല്ല രീതി പ്ലഫി ആക്കുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ല രീതിയിൽ ബീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ തണുക്കാൻ വെച്ച നേരത്തെ പാലും കാരമലും കൂടെ തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ മുട്ട കുക്കാകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കൈ എടുക്കാതെ നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഒരു ബൗളിലോ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിവിടെ 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ 4 ഗ്ലാസ്സിലേക്ക് ആ ഒരു ഗ്ലാസിൻ്റെ പരുവത്തിൽ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡലി പാത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഓരോ ഗ്ലാസും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മുടെ ഏത് പാത്രത്തിലാണ് നിങ്ങൾ വെക്കുന്നത് അതിലേക്ക് വെച്ച് ഒന്ന് കവാവട്ടോ ഒന്ന് കവർ ചെയ്യണം. ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് നമ്മുടെ ഇഡലി തട്ടിൻ്റെ ഒരു തട്ടാണ് വെച്ച് മൂടുന്നത്. എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഒരു തുണി കൊണ്ടോ ഒക്കെ വെച്ച് വേണം എടുക്കാൻ. ഗ്ലാസ്സിന് നല്ല ചൂടായിരിക്കും. നമ്മുടെ ബാറ്ററൊക്കെ കറക്റ്റ് പരുവൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ അത് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പിസ്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോഴേ നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നല്ല തണുപ്പോട് കൂടി നമ്മുടെ കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് എങ്ങനെയെന്ന് കഴിച്ച് നോക്കാം. കണ്ടതേ, ഇതാണ് ഈ പരുവം. വായിൽ വെച്ചപ്പോൾ നല്ല അലിഞ്ഞു പോകുമായിരുന്നു, അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.